மூணார் தேவிகுளத்தில் கையேற்றம் நீக்கம் செய்ய வந்த அதிகாரியை சிபிஐ லோக்கல் செயலாளர் மிரட்டியதாக புகார் எழுந்துள்ளது. சர்வே நம்பர் 20/1 உட்பட்ட பூமியில் அமைக்கப்பட்ட குடிசையை நீக்கம் செய்ய வந்த சம்பவத்தில் தான் பிரச்சனை எழுந்தது. அதே நேரம் தான் அதிகாரிகளை மிரட்டவில்லை என்றும் பெரிய கையேற்றங்களை நீக்கம் செய்யாமல் சிறிய கையேற்றங்களை நீக்கம் செய்ததை தட்டி கேட்க மட்டுமே செய்ததாக சிபிஐ லோக்கல் செயலாளர் ஆரோக்கியதாஸ் தெரிவித்தார். கடந்த 14ஆம் தேதி தான் சம்பவம் நடைபெற்றது. அது சம்பந்தமாக காட்சிகள் தான் வெளிவந்து பரபரப்பை ஏற்படுத்துகிறது. தேவிகுளத்தில் சர்வே நம்பர் 20/1 உட்பட்ட பூமிதான் அங்கு கட்டப்பட்ட ஷெட்டை நீக்கம் செய்ய ரெவன்யூத்துறை அதிகாரிகள் அங்கு வந்தது. கையேற்றங்கள் நீக்கம் செய்ய வந்த அதிகாரிகளை தான் உங்களை வீட்டில் அமர்த்துவேன் என்று சிபிஐ லோக்கல் செயலாளர் தெரிவிக்கும் காட்சிகள் வெளிவந்துள்ளன. എനിക്കറിയാം ஆனால் நான் அதிகாரிகளை மிரட்டவில்லை என்றும் பெரிய கையேற்றங்களை நீக்கம் செய்யாமல் சாதாரண ஷெட்டை நீக்கம் செய்வதை குறித்துள்ள கேள்வி மட்டும்தான் எழுப்பியதாக சிபிஐ ലോക്കൽ செயலாளர் ആരോഗ്യദാസ് വിളക്കം അളിത്തുള്ളാർ. അത് അവർ പറയുന്ന കള്ളവാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദേവുളത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് ഫോഴ്സ് തഹസിൽദാരും ഈ നടരാജൻ എന്നുള്ള പറയുന്ന ആളും ചേർന്നിട്ടാണ് കുറെ വർഷങ്ങളായി ഈ വൻകിട കയ്യേറ്റങ്ങളെല്ലാം കൂട്ടുനിൽക്കുകയും ഈ പാവപ്പെട്ടവൻ ഒരു ഷെഡ് കെട്ടിയോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് പൊളിച്ചു മാറ്റുകയാണ് പണി നടക്കുന്നത്. കടന്ന കുറെ വർഷങ്ങളായിട്ട് ഈ നടരാജൻ ഇവിടെ ഉള്ള ഇതുവരെ വർഷങ്ങളായിട്ട് കയ്യേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറയ്ക്കാനുള്ള നടപടിയില്ല. അപ്പൊ നമ്മൾ പല പ്രാവശ്യം വൻകിട കയ്യേറ്റം മാത്രം ഈ ഒളിച്ചില്ല, ഈ പാവപ്പെട്ടവർ മാത്രം എന്തിനാ പൊളിക്കും ചോദിച്ചപ്പോ അത് മേലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണം, നിങ്ങൾ രാഷ്ട്രീയപ്പെട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാണ് നടരാജൻ നമ്മളോട് എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഒരു 5 എന്ന് പറഞ്ഞ കൊച്ചിനും അവരുടെ മോളെയും പിടിച്ചു വലിച്ച് അവൻ തള്ളി. അപ്പൊ ഞാൻ അത് ചോദിക്കാൻ പോയി, എന്തിനാ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് തള്ളുന്നത് ശരിയായ നടപടിയാണോ, ഇതിനെ ഞങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾ അകത്തു പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ എന്നെക്കുറിച്ച്, നടരാജൻ എന്ന് പറയുന്ന ആള് എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അതുപോലെ കുറെ കാലങ്ങളായി ഇപ്പം ഈ പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ആർഡിഒ ഓഫീസിലാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത്. പക്ഷെ ഈ നടരാജൻ എന്ന് പറയുന്ന ആള് ഇത് അവരുടെ റൂമിൽ തന്നെ വെച്ചിട്ട് ഇത് മൊത്തം കച്ചവടം ചെയ്തു. പല പ്രാവശ്യം സബിനോടും പല പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ നടരാജൻ എന്ന് പറയുന്ന ആൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഇവരെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കണം, എന്നാലേ ഇവിടെ കയ്യേറ്റം കുറയും. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എല്ലാവരും പറയുന്നത് നടരാജൻ പറയപ്പോ പുള്ളിക്ക് വലിയ ആളെന്ന് ഒരു തോന്നലാണ്. പക്ഷെ പുള്ളി ഉള്ള സമയത്താണ് ഈ കയ്യേറ്റങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. വൻകിടക്കാരെ സംരക്ഷിക്കുന്നു, പാവപ്പെട്ടവനെ ഇതുപോലുള്ള ഷെഡ് വെച്ച് പൊളിക്കുന്ന ആൾ താമസിക്കാനുള്ള നിർവാഹമില്ലാതെ ഒരു സ്ഥിതിയാണ് നടക്കുന്നത്. വിഷയത്തിൽ സിപിഐ മണ്ഡല செயலாளர் ചന്ദ്രബാലും വിളക്കമളിത്തുള്ളാർ. ഇന്നേ ദിവസം രാവിലെ മുതൽ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ദേവികുളം പ്രദേശത്ത് സിപിഐയുടെ ലോക്കൽ സെക്രട്ടറി കയ്യേറ്റത്തെ തടഞ്ഞതായിട്ടും അനാവശ്യമായി അധിക്ഷേപം നടത്തിയതായിട്ടുള്ള വാർത്തകൾ കണ്ടിരുന്നു. അത് തികച്ചും തെറ്റാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ദേവികുളം കച്ചേരി സെറ്റിൽമെന്റ് ഭാഗത്ത് ഒട്ടേറെ കയ്യേറ്റങ്ങൾ നടക്കുകയും അവിടെ വീട് നിർമ്മാണങ്ങൾ നടക്കുകയും ആ കയ്യേറ്റങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന വിധത്തിലാണ് അവിടുത്തെ സ്പെഷ്യൽ തഹസിൽദാർ കാണുകയുണ്ടായി. ആ സ്പെഷ്യൽ തഹസിൽദാറിനോട് അവിടുത്തെ ദേവികുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ആരോഗ്യദാസ് പരാതിപ്പെടുകയും ആ കയ്യേറ്റത്തെ ചേർക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അതിനെ നടപടി സ്വീകരിക്കാതെ ഒരു പാവം ഒരു കുടില് കെട്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമായി താമസിച്ചിരുന്ന ആ വീടിനെ കുട്ടികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് എടുക്കുകയും ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി പ്രതികരിക്കുകയുണ്ടായ സാഹചര്യം ഉണ്ടായത്. എന്നാൽ മോശമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുന്നതാണ്. அதே நேரம் பயன்படுத்தக்கூடாத வாக்குகள் லோக்கல் செயலாளர் பயன்படுத்தி உள்ளாரா என்பதை குறித்து கட்சி பரிசோதிக்கும் என்று சிபிஐ மண்டல செயலாளர் தெளிவுபடுத்தியுள்ளார். நியூஸ் பீரோ மூணார்.